സെൽഫ് അഡിഷൻ ഇങ്ങനെ ഒരു പിടിച്ചു കണ്ടല്ലേ, സ്റ്റാർട്ടാകുന്ന സെറ്റപ്പ്. നമുക്ക് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് 2025 മോഡൽ ആക്സസും അതുപോലെ 2025 മോഡൽ ആക്റ്റീവ 125. അപ്പോൾ ഇത് നമ്മളൊരു കമ്പാരിസൺ ആണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതിനു മുമ്പുള്ള രണ്ട് വണ്ടിയുടെ റിവ്യൂ ചെയ്ത സമയത്ത് എന്നോട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഏത് വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഉത്തരവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കാണുന്ന രണ്ട് വണ്ടി നമ്മുടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ രണ്ട് വണ്ടികളുടെ കമ്പാരിസണിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ എന്ന് പറയുമ്പോൾ 125cc കാറ്റഗറിയിൽ പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് സെയിലിംഗ് ഉള്ള രണ്ട് വാഹനങ്ങളാണ് ആക്റ്റീവ 125ഉം അതുപോലെ ആക്സസ് 125. അപ്പോൾ നിലവിൽ രണ്ട് വണ്ടിയും പുതിയ മോഡൽ കൂടാണ്. കാരണം 2025 റിഫൈൻമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പഴയ ഡിസൈനിൽ നിന്ന് മാറി വന്ന ഡിസൈനാണ് രണ്ട് വണ്ടിക്കും വന്നിരിക്കുന്നത്. അപ്പം ഇത് തമ്മിലൊരു കമ്പാരിസൺ നോക്കുന്ന സമയത്ത് വളരെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ രണ്ട് വണ്ടിക്കും കവർ ഹാൻഡിലിൽ ക്രോമിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് രണ്ട് രീതിയിൽ. അപ്പോൾ ഈ ആക്സസിന് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നു. ആക്റ്റീവയ്ക്കാണെങ്കിൽ ഇത് പുതിയ ഡിസൈനാണ്. ഈ ഒരു രീതിയിൽ ക്രോമിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. രണ്ട് വണ്ടിക്കും LED ലൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന പോലെ LED ലൈറ്റ് തന്നെയാണ് രണ്ട് വണ്ടിക്കും വന്നിരിക്കുന്നത്. നമുക്ക് ആക്സസ് 125 അഡീഷണൽ ആയിട്ട് നമുക്ക് ഹസാർഡ് ലൈറ്റ് കിട്ടുന്നുണ്ടെന്നുള്ളൊരു അഡീഷണൽ ആയിട്ടൊരു കാര്യമാണ്. നമുക്ക് ആക്റ്റീവ 125 ഹസാർഡ് ലൈറ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. കൂടാതെ നമുക്കൊരു DRL ആക്സസിൽ ഇവിടെ കാണാം. കണ്ടല്ലേ, ഈ DRL നമുക്ക് ആക്റ്റീവ DRL കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടല്ലേ, ഈ ഒരു രീതിയിലാണ് ആ ഒരു DRLും കാര്യങ്ങളെല്ലാം ആക്റ്റീവ 125 കൊടുത്തിരിക്കുന്നത്. ആക്സസിൽ ഫ്രണ്ടിലായിട്ട് സുസുക്കിയുടെ എംബ്ലം കാണാം. ആക്റ്റീവയ്ക്ക് ആ ഒരു സ്റ്റിക്കറിങ് കാണാം, ഹോണ്ട എന്ന സ്റ്റിക്കറിങ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ രണ്ട് നോക്കിക്കഴിഞ്ഞാലും കുറച്ചുകൂടെ ക്രോമിൻ്റെ എലമെൻറ്റ് നമുക്ക് ആക്റ്റീവയ്ക്ക് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ക്രോമിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട്. ആക്സസിനാണെങ്കിൽ അങ്ങനെ ഒരു എലമെൻറ്റ് താഴോട്ട് വരുന്നില്ല. ബോഡി കളറിനോട് ചേർന്നാണ് രണ്ട് വണ്ടിയുടെയും ബമ്പറിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന പോലെ മെറ്റലാണ് രണ്ട് വണ്ടിക്കും വരുന്നത്. നമുക്ക് ആക്റ്റീവയ്ക്ക് അഡീഷണൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷനോടെ നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. നമുക്ക് ആക്സസിന് അങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടുന്നില്ല. ടെലിസ്കോപ്പ് സസ്പെൻഷനാണ് രണ്ട് വണ്ടിക്കും ഫ്രണ്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കാണുന്ന പോലെ കണ്ടില്ലേ. എന്നാൽ അലോയ് രണ്ട് വണ്ടിക്കും അലോയ് ആണ്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. പക്ഷേ അലോയുടെ കളർ നമുക്ക് ആക്സസിന് സിൽവർ കളറാണ്, ആക്റ്റീവയ്ക്ക് ബ്ലാക്ക് കളറാണ് വരുന്നത്. ടയറിൻ്റെ സൈസും സെയിം തന്നെയാണ് വരുന്നത്. അതിൽ മാറ്റമില്ല. 90-90 12 തന്നെയാണ് രണ്ട് വണ്ടിക്കും ടയറും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. രണ്ട് കമ്പനികളും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആക്റ്റീവയ്ക്ക് വരുന്ന സിയറ്റിൻ്റെയാണ് സ്റ്റോക്ക് ടയറെങ്കിൽ മാക്സിസിൻ്റെയാണ് നമുക്ക് ആക്സസിൽ വരുന്ന സ്റ്റോക്ക് ടയറും കാര്യങ്ങളൊക്കെ. ഇനിയും ബോഡി പാനൽസിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ കവർ ഫൈബർ പീസാണ് വരുന്നത്. ഈ ഒരു പീസ് ഫൈബർ പീസാണ് വരുന്നത്. ഇവിടം തൊട്ട് മെറ്റലാണ്, ഈ പീസ് മെറ്റലാണ്. എന്നാൽ ആക്റ്റീവയ്ക്ക് ഈ സെൻറ്റർ കവർ ഫൈബറാണ്. ഈ സൈഡ് പീസ് രണ്ട് സൈഡ് പീസും മെറ്റലാണ് വരുന്നത്. അതുകൂടാതെ ആക്റ്റീവ 125 നമ്മുടെ രീതിയിൽ ഇരിക്കുന്നത് ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞ വണ്ടിയാണ്. നമുക്ക് രണ്ട് വണ്ടിക്കും സൈഡ് സ്റ്റാൻഡ് ഇൻബിൽറ്റ് വരുന്നുണ്ട്. ബാക്കിയുള്ള ആക്റ്റീവയുടെ ഫിറ്റിങ്സ് ഗാർഡും സീറ്റ് കവറും ഹാൻഡിൽ ഗ്രിപ്പും മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് പോലെ രണ്ട് വണ്ടിക്കും ബാക്കിലായിട്ടാണ് പെട്രോൾ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. രണ്ട് വണ്ടിയുടെയും ഫ്രണ്ട് കീ സെറ്റ് തന്നെയാണ്. നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനും താപ്പോട്ട് പ്രസ് ചെയ്താൽ സീറ്റ്, മുകളിലോട്ട് പ്രസ് ചെയ്താൽ ഫ്യൂവൽ, ആ സെയിം സെറ്റപ്പാണ് നമുക്ക് ആക്സസിനും കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് ആക്റ്റീവയിൽ സ്വിച്ച് വഴി കൊടുത്തിരിക്കുന്നെങ്കിൽ ഇത് ഈ കീ സെറ്റിൽ നമുക്ക് പ്രസ് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ സീറ്റ് ഓപ്പൺ ആവും. അതേപോലെ പ്രസ് ചെയ്തിട്ട് റൈറ്റിലോട്ട് തിരിച്ചാൽ പെട്രോളിൻ്റെ ഓപ്പൺ ആവും. ഈ രീതിയിലാണ് ഇതിൻ്റെ സീറ്റും പെട്രോൾ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. 5.3 ആണ് രണ്ട് വണ്ടിയുടെയും ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഹോണ്ടയ്ക്കാണെങ്കിൽ ഇതിൻ്റെ ഡ്യുവൽ ലെയർ പ്രൊട്ടക്ഷനാണ് രണ്ട് വണ്ടിക്കും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആക്റ്റീവയ്ക്ക് ഈ ഒരു ടൈപ്പിൽ കൊടുത്തിരിക്കുന്നു. ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെ അടയ്ക്കാം. സുസുക്കിയുടെ ആണെങ്കിൽ ഇതിങ്ങനെ തുറക്കുക, എന്നിട്ട് ഈ രീതിയിലാണ് ടാങ്ക് വരുന്നത്. ആക്റ്റീവയുടെ ടാങ്ക് ആണെങ്കിൽ ഉള്ളിൽ മെറ്റലാണ്. ഇതിൻ്റെ നമുക്ക് ഫൈബർ ടാങ്കാണ് വരുന്നത്. 5.3 ആണ് രണ്ട് വണ്ടിയുടെയും ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. E20 പെട്രോൾ രണ്ട് വണ്ടിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വണ്ടിയുടെയും ബാക്ക് വശം കണ്ടല്ലേ നീറ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. സുസുക്കി എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ആക്റ്റീവയ്ക്ക് ബാക്കിലായിട്ട് ടെയിലൈറ്റിലാണ് ആക്റ്റീവ് എന്നുള്ള ആ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ടെയിലറ്റിൻ്റെ കാര്യത്തിലോട്ട് വരാം. അതിന് മുമ്പായിട്ട് സീറ്റ് ഒന്ന് ഓപ്പൺ ആക്കണം. സീറ്റ് ഓപ്പൺ ആക്കാൻ താപ്പോട്ട് പ്രസ് ചെയ്താൽ ഇതിൻ്റെ സീറ്റ് ഓപ്പൺ ആവും. ഓപ്പൺ ചെയ്താൽ ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നൈസായിട്ടിരിക്കുന്ന രീതിയിലാണ് ആ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. നേരിട്ട് ആക്സസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പോലെ വലിയൊരു സ്പേസ്, അതായത് ആക്റ്റീവയെക്കാട്ടിലും കുറച്ചുകൂടെ സ്പേസ് കൂടുതൽ, അത് കൂടുതൽ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഇങ്ങനെ സെപ്പറേറ്റ് വരുന്നതുകൊണ്ടാണ്. ബാക്കിയുള്ള കണ്ടില്ലേ ഇതിന് അങ്ങനെ സെപ്പറേറ്റ് ഭാഗം വരുന്നില്ല. ഇതിന് ഒരു എക്സ്ട്രാ ഒരു സ്പേസ് കൂടെ ഇതിനകത്തിൽ വരുന്നുണ്ട്. ഈ കാണുന്ന പോലെ എക്സ്ട്രാ ഒരു സ്പേസ് കൂടെ വരുന്നുണ്ട്. അത്രയും സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ രീതിയിലാണ് രണ്ട് വണ്ടിയുടെയും സീറ്റിങ്ങിൻ്റെ കാര്യം അല്ലെങ്കിൽ സീറ്റ് അണ്ടർ സ്റ്റോറിൻ്റെ കാര്യം സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. സീറ്റിൻ്റെ കളർ നമുക്ക് ഇതിനും ബ്രൗൺ തന്നെയാണ് വരുന്നത്. ഇതിന് എക്സ്ട്രാ സീറ്റ് കവർ ഇട്ട് ബ്ലാക്ക് കളർ സീറ്റ് നമുക്ക് ഓപ്ഷനിലാണ് ബ്രൗൺ കളർ സീറ്റ് കവർ വേണോ ബ്ലാക്ക് കളർ സീറ്റ് കവർ വേണോ എന്നുള്ളത് നമ്മുടെ ഓപ്ഷനിലാണ്. ആ രീതിയിൽ കൂടെ ഇതിൻ്റെ സീറ്റും അത്യാവശ്യം നല്ല കുഷനാണ്, നല്ല സോഫ്റ്റുമാണ്, വീതിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ആക്സിസിൻ്റെ നോക്കിയാലും നല്ല വീതി, അതായത് ഈ രീതി നോക്കി കഴിഞ്ഞാൽ കുറച്ച് വീതി കൂടുതൽ ആക്സിസിൻ്റെ സീറ്റാണ് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചുകൂടെ എഡ്ജ് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു മുന പോലെ വരുന്നത് ഇതാണ്, കാരണം ഫ്രണ്ടിലൊക്കെ ഇരുന്ന് ഓടിക്കുന്നവർക്ക് കുറച്ച് കംഫർട്ട് ആകുന്ന രീതിയിൽ. അപ്പം ബ്രൗൺ കളർ സീറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ രണ്ട് വണ്ടിയും പ്രീമിയം ആയതുകൊണ്ട് രണ്ട് വണ്ടിയുടെ ഇന്നർ കവേഴ്സിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആക്റ്റീവയ്ക്ക് ഫുള്ളി ബ്രൗൺ കളർ വരുന്നു, നമുക്ക് ആക്സിസിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രീം കളറാണ് വരുന്നത്. ഈ രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഇന്നർ കവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് രണ്ട് വണ്ടിക്കും ആക്സിസിനാണെങ്കിൽ 2 ഗ്ലോ ബോക്സ് വരുന്നുണ്ട്, ആക്റ്റീവയ്ക്കാണെങ്കിൽ ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഹുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു, ഈ രീതിയിലുള്ള ഹുക്കുകൾ കൊടുത്തിരിക്കും. സീറ്റിൻ്റെ അടിയിൽ ആ സെയിം ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു മൊബൈൽ സി പോർട്ട് ഉണ്ടല്ലേ, സി പോർട്ടാണ് നമുക്ക് ആക്റ്റീവയ്ക്ക് വരുന്നത്. നേരെ നമുക്ക് ആക്സിസിന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു എയർപോർട്ടാണ്. നമുക്കതിൽ താക്കോലാണക്കുവാണെങ്കിൽ ഉണ്ടല്ലേ ഒരു ബ്ലൂ കളർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അത് കൊടുത്തിരിക്കുന്നു. ആക്റ്റീവയ്ക്ക് സീ പോർട്ട് ആയതുകൊണ്ട് തന്നെ ലൈറ്റോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുമില്ല. അപ്പം അങ്ങനെയാണ് അതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു മൊബൈൽ കണക്ടിവിറ്റിയുടെ കാര്യമൊക്കെ വരുന്നത്, അതായത് ചാർജറിൻ്റെ സെറ്റപ്പൊക്കെ വരുന്നത്. ബാക്കിലെ ഗ്രാബ് റെയിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രേ കളർ വരുന്നു, ആക്സിസിന് സിൽവർ കളറിന് വരുന്നു. രണ്ട് വണ്ടിയുടെയും ബാക്കിലെ ബോഡി ഫൈബറാണ്. അതിൽ നേരത്തെ ആക്റ്റീവ് 125 മെറ്റലാണ് വരുന്നതെങ്കിൽ 2025 മോഡൽ അത് ഫൈബറാക്കി മാറ്റിയിട്ടുണ്ട്. കൂടാതെ 3D എംബ്ലം ആക്റ്റീവ് 125 എഴുതിയ 3D എംബ്ലം കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ആക്സിസ് എന്നെഴുതിയേക്കുന്ന 3D എംബ്ലം ഇതിനും കൊടുത്തിരിക്കുന്നു. രണ്ട് വണ്ടിക്കും കിക്കർ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് എക്സ്ട്രാ ലീഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ആക്സിസിൽ എക്സ്ട്രാ സെറ്റ് ചെയ്യുകയും വേണം. ബാക്കിലായിട്ട് നമുക്ക് ഷോക്ക് കാണാം. ആക്സിസിനാണെങ്കിൽ ബ്ലാക്ക് കളർ സ്പ്രിങ്ങോട് കൂടിയ ഷോക്കാണ്, അഡ്ജസ്റ്റബിൾ അല്ല. എന്നാൽ ആക്റ്റീവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. സൈലൻസറിൻ്റെ ഡിസൈനൊക്കെ കാണാം, ഈ കാണുന്ന പോലെ രണ്ട് വണ്ടിയുടെയും അത് പുതിയ ഡിസൈനാണ് ആക്സിസിന് വരുന്നത്. ബാക്കിലെ ടയർ നോക്കിക്കഴിഞ്ഞാൽ 10 ഇഞ്ചിൻ്റെയാണ് ബാക്കിലെ അലോയ് നമുക്ക് ആക്റ്റീവയ്ക്ക് വരുന്നത്. നേരെ നമുക്ക് ആക്സിസിൻ്റെ വന്നാലും 10 ഇഞ്ച് അലോയ് തന്നെയാണ് വരുന്നത്, അതിൽ മാറ്റമില്ല. ടയർ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 90-100 10-ൻ്റെയാണ് ടയർ നമുക്ക് ആക്സിസിൽ വരുന്നത്. ആ സെയിം തന്നെയാണ് 90-100 10-ൻ്റെ ടയർ തന്നെയാണ് നമുക്ക് ആക്റ്റീവയ്ക്കും വരുന്നത്. ഇനി ടൈലറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ കണ്ടല്ലേ, ക്ലാസിക്കായിട്ടുള്ള ഡിസൈനാണ് ആക്റ്റീവയ്ക്ക്. ആക്സിസിനാണെങ്കിൽ പുതിയ ന്യൂജൻ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് ടൈലൈറ്റ് LED ആണ് വരുന്നത്. ആക്സിസിന് ഒരു DRL കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നേരെ നമുക്ക് ആക്റ്റീവയുടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഹാലജൻ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. LED കാര്യങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ 2025 വന്നിട്ടില്ല. പക്ഷേ ആ ആക്റ്റീവ എന്നുള്ള ബാഡ്ജിങ് ഒക്കെ നൈസായിട്ട് കൊടുത്തിരിക്കുന്നു. ആക്റ്റീവ 125 എന്നുള്ളത് ടൈലൈറ്റ് ഈ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതും വളരെ നൈസായിട്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ ബോഡിയുടെ കാര്യങ്ങളിൽ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റിയൊരു മാറ്റം എന്ന് പറയുന്നത് TFT ഡിസ്പ്ലേ ആണ്. നോർമൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ്, പക്ഷേ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. ആക്റ്റീവയ്ക്ക് ടോപ്പ് മോഡൽ സ്മാർട്ട് മോഡലിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് സ്മാർട്ട് കീയും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഏത് ആംഗിളിൽ നോക്കിയാലും നമുക്ക് കാണാവുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ഇതിലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ രണ്ട് വണ്ടിക്കും വലിയ ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഒന്ന് TFTയും ഒന്ന് നോർമലായിട്ടുള്ള ഡിജിറ്റൽ മീറ്ററാണ്. എല്ലാ വാണിയും കാര്യങ്ങളുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം വരുന്നത് നാവിഗേഷന്, മെസ്സേജ്, കോൾ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ പറയാം. ആക്റ്റീവ് 125ലും ആ സെയിം നാവിഗേഷന്, കോള്, മെസ്സേജ് അങ്ങനെയുള്ള ഏറ്റവും കാര്യങ്ങളെല്ലാം കിട്ടും. അതുകൂടാതെ മ്യൂസിക് കൺട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ രണ്ട് വണ്ടിയിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് രണ്ട് വണ്ടിക്കും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെൽഫ് വിത്ത് ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ സ്വിച്ച് നമുക്ക് ഇതിൽ വരുന്നു. ഇതിൽ നമുക്ക് ഒരു ഫീച്ചർ ആക്സിസിനെക്കാട്ടി കൂടുതൽ വരുന്നുണ്ട്, ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിലൊക്കെ നിന്ന് നിൽക്കുന്ന സമയത്ത് എഞ്ചിൻ ഓട്ടോമാറ്റിക് ഓഫ് ആകുകയും പിന്നീട് നമുക്ക് പോകാൻ വേണ്ടി ആക്സിലേറ്റർ കൊടുത്ത് പോകാവുന്ന രീതിയിലുള്ള സെറ്റപ്പ് ആക്റ്റീവയ്ക്ക് ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ട് കൊടുത്തിരിക്കുന്നത്. ആക്സിസിന് അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിട്ടില്ല, നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ച് മാത്രമാണ് വരുന്നത്. എന്നാൽ നമുക്ക് ഹസാർഡ് ഇതിൽ വരുന്നുണ്ട്, ഇതിൽ നമുക്ക് ഹസാർഡ് വരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കൂടാതെ രണ്ട് വണ്ടിയും എടുത്തു പറയേണ്ടത്, ഒന്ന് നമുക്ക് സൈലൻസ് സ്റ്റാർട്ട് സിസ്റ്റമാണ് വരുന്നത്. ഫുള്ളി നമുക്ക് ESP ടെക്നോളജി എന്ന് പറയും, എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ. ആ സെയിം ടെക്നോളജിയിൽ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്കിതിൽ പറയുന്നത്
SCP എന്നുള്ള ടെക്നോളജിയാണ് സുസുക്കി എക്കോ പെർഫോമൻസ്. പക്ഷെ നമുക്ക് ഇവർക്ക് ഇത്തവണ സൈലൻറ്റ് സ്റ്റാർട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് സിംഗിൾ സെൽഫിൽ സ്റ്റാർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ബ്രേക്ക് പിടിച്ച് സെൽഫ് അടിച്ച് ഇങ്ങനെ ഒരു ഇവർ പറയുന്നത് ഒത്തിരി അടിച്ച് വെക്കണ്ട, ഇങ്ങനെ അടിച്ച് ജസ്റ്റ് പിടിച്ചാൽ സ്റ്റാർട്ട് ആവുന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അതിനൊരു ചെറിയൊരു സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോൾ അതിൽ പെട്രോളിന് ചെറിയൊരു കുറവുണ്ട്. പിന്നെ നമുക്ക് ഈ മീറ്ററിൽ ഞാനീ പറയാൻ വിട്ടുപോകുന്ന ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MD, അങ്ങനെയുള്ള ലൈവ് മൈലേജ് ഒക്കെ അറിയാം. ആ സെയിം തന്നെയാണ് നമുക്ക് ആക്റ്റീവയ്ക്കും ആ സെയിം കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ഇതിൻ്റെ സൈലൻറ്റ് സ്റ്റാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. എനിക്ക് പിടിച്ചു, കണ്ടല്ലേ സ്റ്റാർട്ട് ആകുന്ന സെറ്റപ്പ്. നമുക്ക് ആ ഒരു മോട്ടറിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ മോട്ടറിൻ്റെ സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒന്നുകൂടെ പിടിക്കുന്നു, സ്റ്റാർട്ടാവും, സൈലൻറ്റ് സ്റ്റാർട്ട് ആകുന്നല്ലേ. ഇത് ഓടിക്കാനും നമുക്ക് വളരെ സ്മൂത്താണ്. ഹോണ്ടയുടെ എഞ്ചിനാണ്, അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. റിഫൈൻമെൻ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. സുസുക്കി നോക്കിയാലും ജാപ്പനീസ് തന്നെയാണ്, എങ്കിൽ പോലും കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഇതുപോലുള്ള സൈലൻറ്റ് സ്റ്റാർട്ടൊക്കെ കൊണ്ടുവന്നായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. നമുക്ക് ബാക്കിയുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് രണ്ട് വണ്ടിക്ക് ഏകദേശം ആക്ടിവയ്ക്കാണെങ്കിൽ 1,29,000 രൂപയും ആക്സസിനാണെങ്കിൽ 1,24,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളെല്ലാം ഫുൾ ഫിറ്റിംഗ്സ് അടക്കം വരുന്നത്. അപ്പോൾ പ്രൈസിൽ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിൻ കപ്പാസിറ്റി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവയ്ക്ക് വരുന്നത്, നമുക്ക് ആദ്യം ആക്ടിവയുടെ നോക്കാം. ആക്ടിവയ്ക്ക് വരുന്നത് 4 സ്ട്രോക്ക് SI എഞ്ചിനാണ് ആക്ടിവയ്ക്ക് വരുന്നത്. എന്നാൽ നമുക്ക് ആക്സസിന് വരുന്നത് 4 സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ആക്സസിന് വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവയ്ക്ക് വരുന്നത് 123.92 cc എഞ്ചിനാണ് നമുക്ക് ആക്ടിവയ്ക്ക് വരുന്നത്. അതുപോലെ നോക്കി ആക്സസ് നോക്കിക്കഴിഞ്ഞാൽ 124 cc ആണ് ആക്സസിന് വരുന്നത്. ആ ഒരു 124 എന്നുള്ളത് 124 തന്നെ ഉണ്ട്. അതേപോലെ നമുക്ക് മാക്സിമം പവർ നോക്കിക്കഴിഞ്ഞാൽ 8.42 PS at 6500 RPM ആക്ടിവയ്ക്ക് വരുന്നത്. ആ സെയിം തന്നെയാണ് 8.42 PS at 6500 RPM ആക്സസിനും പവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടോർക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്ടിവയ്ക്ക് 10.5 Nm at 5000 RPM ആക്ടിവയ്ക്ക് ടോർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10.2 Nm at 5000 RPM ആക്സസിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആക്സസിനെക്കാട്ടി കുറച്ച് ടോർക്ക് ഒരു പൊടിക്ക് കൂടുതലുള്ളത്, അതായത് ടോർക്ക് തന്നെ വലിവും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളത് എന്തായാലും ആക്ടിവയ്ക്ക് തന്നെ ആയിരിക്കും. രണ്ട് വണ്ടിയും BS6, അതായത് ഏറ്റവും പുതിയ OBD2B എഞ്ചിനാണ് രണ്ട് വണ്ടിക്കും ഈ രണ്ട് കമ്പനികളും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 5.3 ആണ് രണ്ട് വണ്ടിയുടെയും ടാങ്ക് കപ്പാസിറ്റി കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ നോക്കിയാൽ വിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സസിന് വരുന്നത് 680 mm ആണ്. അതേപോലെ നമുക്ക് ആക്ടിവയ്ക്ക് വരുന്ന വിട്ട് എന്ന് പറഞ്ഞാൽ 707 mm ആണ്. ഇതിൻ്റെ ലെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ആക്സസിന് വരുന്നത് 1835 mm ആണെങ്കിൽ ആക്ടിവയ്ക്ക് വരുന്നത് 1850 mm ആണ് ലെങ്തും കാര്യങ്ങളെല്ലാം കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടികൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സസിന് വരുന്നത് 1155 mm ആണെങ്കിൽ ആക്ടിവയ്ക്ക് വരുന്നത് 1160 mm ആണ് വരുന്നത്. ഇതിൻ്റെ സാഡിൽ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 856 mm നമുക്ക് ആക്സസിന് വരുന്നുണ്ടെങ്കിൽ 165 mm ആണ് നമുക്ക് ആക്ടിവയ്ക്ക് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ ആക്സസിന് വരുന്നത് 160 mm ആണ് ആക്സസിന് വരുന്നത്. അതേപോലെ 162 mm ആണ് നമുക്ക് ആക്ടിവയ്ക്ക് വരുന്നത്. അപ്പോൾ ആക്ടിവയ്ക്ക് കുറച്ച് പൊടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളെല്ലാം കൂടുതലുണ്ട്. വീൽ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ആക്സസിന് വരുന്നത് 1265 mm ആണ്. അതേപോലെ തന്നെ ആക്ടിവയ്ക്ക് വരുന്നത് 1260 mm ആണ് വീൽ ബേസ് വരുന്നത്. രണ്ട് വണ്ടിയുടെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആക്സസിന് 106 കിലോയും അതേപോലെ ആക്ടിവയ്ക്ക് 107 കിലോയുമാണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡയമെൻഷനും കാര്യങ്ങളൊക്കെ. പിന്നെ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈലേജ്, രണ്ട് വണ്ടിക്കും ഏകദേശം 60 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജും കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺ റോഡ് കിട്ടുന്നതാണ്. അപ്പോൾ അത്രയും ഡിഫറൻസും കാര്യങ്ങളൊക്കെ രണ്ട് വണ്ടിയിൽ നിന്ന് വരുന്നുണ്ട്. നമുക്കിനി ഏതാണ് ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഫീച്ചർ കൂടുതലായിട്ടുള്ളത്, അതായത് എഞ്ചിനായാലും പെർഫോമൻസ് ആയാലും സർവീസ് ആയാലും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് ഹോണ്ടയുടെ ആക്ടിവ തന്നെയാണ്. ആക്ടിവ 195 ആണ്. റിഫൈൻമെൻ്റ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിന് കൂടാതെ സൈലൻറ്റ് സ്റ്റാർട്ട്, ഐഡിയൽ സ്റ്റോപ്പ് സിസ്റ്റം, മൊബൈൽ ചാർജ്, സീപോർട്ടും കാര്യങ്ങളെല്ലാം കൂടുതൽ കിട്ടുന്നുണ്ട്. ആക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് DRL കിട്ടുന്നുണ്ട്. അതേപോലുള്ള ഈ ഒരു കളറ്, അങ്ങനെ പുതിയ 5 കളർ വേരിലാണ് കിട്ടുന്നത്. ടോട്ടൽ 5 കളർ വേരിലാണ് 3 വേരിയൻ്റ് വരുന്നുണ്ട്. ഇതിനും നമുക്ക് 6 കളർ വേരിയൻ്റ് കിട്ടുന്നുണ്ട്, 3 വേരിയൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ആക്ടിവ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബേസ് മോഡൽ നിലവിൽ നമുക്ക് വന്നിട്ടില്ല. എന്നാൽ ആക്സിൻ്റെ നമുക്ക് ബേസ് മോഡൽ, മിഡ് വേരിയൻ്റ്, ടോപ്പ് വേരിയൻ്റ് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഏതാണ് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ ഫീച്ചർ ഉള്ളത്, TFT ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, മൊബൈൽ കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ രണ്ട് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വണ്ടി എന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓടിച്ച് നോക്കി നിങ്ങൾക്ക് ഏത് വണ്ടിയാണെന്നുള്ളത് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.